ഹായ്. ഡയറക്ടർ സജിത് കഥയും സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ മൂവിയുടെ പേര് വടക്കൻ. ഇത് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ഹൊറർ മൂവീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അതിന്റെ മേക്കിങ്ങും സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് തന്നെയാണ് സിനിമ ചെയ്തു പോയിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു പാരനോർമൽ ആക്ടിവിറ്റീസ് മൂവീസിലൊക്കെ വരുന്ന കുറെ ശബ്ദങ്ങളും കാര്യങ്ങളും പിന്നെ കുറച്ച് കുറച്ച് സീക്വൻസുകളും എല്ലാം ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പേടിച്ചു പോയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കണ്ണിങ്ങനെ അടക്കാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോക്കി നിന്ന് പോയിട്ടുള്ള ഒരു സിനിമയാണ് വടക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ കിഷോർ കുമാർ ഉണ്ട്, ശ്രുതി മേനുണ്ട്, മറിയ ഫിലിപ്പ്, കലേഷ് രാമനാഥ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഗർഗി ആനന്ദൻ, പിന്നെ മാള പാർവതി, ഇവരൊക്കെയാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു പുതിയ രണ്ട് ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്, പക്ഷെ അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും വന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിഷോർ കുമാർ ഒരു പാരനോർമൽ ആക്ടിവിറ്റിയുടെ ഒക്കെ സംഭവങ്ങൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തിയാണ്. അദ്ദേഹം പുറത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു പാലസിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു 5-6 ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഉള്ള ഒരു പ്രേതത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ നാട്ടില് ഇദ്ദേഹത്തിന്റെ മുൻകാമുകിയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ശ്രുതി മേനോനാണ്. അപ്പൊ അവരുടെ ഭർത്താവും ഈ ഒരു റിയാലിറ്റി ഷോയില് ഒരു ആളാണ്. അപ്പൊ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് ഈ റിയാലിറ്റി ഷോയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അവിടെ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇത് നമ്മുടെ കിഷോർ കുമാറും ശ്രുതി മേനോനും മറിയ ഫിലിപ്പും കൂടിയിട്ട് ആ ഒരു വീട്ടിലോട്ട്, അതായത് ആ ഒരു ബംഗ്ലാവിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് നല്ല അടിപൊളി ഒരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും നമ്മളൊരു ത്രില്ലിംഗ് ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു സാധനം തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തുണ്ട്. അതിന്റെ വിഷ്വൽസും നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കിഷോർ കുമാറൊക്കെ ഇങ്ങനെ ഒരു അഭിനയം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേല് ഈ ഒരു പറയുന്ന പാരനോർമൽ ആക്ടിവിറ്റിയിൽ പറയുന്ന പോലെ തന്നെ ഒരു സ്പിരിറ്റ് മേല് കയറുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഒരു നമ്മുടെ കാന്താര മൂവിയിലൊക്കെ ലാസ്റ്റ് വരുന്ന ഒരു തെയ്യം കെട്ടിട്ടുള്ള ഒരു രൂപം പോലെ സംഭവം, അതുപോലുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടിങ് നോക്കണം. അപ്പം പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തുള്ള സൗണ്ട് എഫക്റ്റും നമ്മൾ തീ കത്തിക്കുമ്പോഴുള്ള സൗണ്ട്, പിന്നെ ഒരു അലറുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഈ ചെങ്ങായി ചെയ്ത് വെച്ചിട്ടുണ്ട് കിഷോർ കുമാർ. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ എന്താ പറയാ മിക്സഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ക്ലൈമാക്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മളെ നോർമൽ സിനിമയിൽ ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്ലൈമാക്സോ കാര്യങ്ങളൊന്നുമില്ല ഈ സിനിമയിലും ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പടം ഒരു മലയാളം ഹൊറർ മൂവീസിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് ഒരു ഹൊറർ മൂവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സിനിമ കണ്ടേക്കും. ഒരു വ്യത്യസ്തത ഈ സിനിമയ്ക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ എന്താന്നുള്ളതൊക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാത്തവരെന്തേലും സിനിമ കണ്ടിട്ട് എനിക്ക് കമന്റ് അറിയിക്കണം. കണ്ടവര് അതിന്റെ കമന്റ്സ് എനിക്ക് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.